നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ SCERT സോഷ്യൽ സയൻസ് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ലെസണായിട്ടുള്ള ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ലെസണിലെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം വലിയൊരു ലെസൺ ആണ്. അതുകൊണ്ട് ഒരു 3 ക്ലാസ്സിലായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഇന്നത്തോടെ ഈ ലെസൺ കംപ്ലീറ്റ് ആയി. അപ്പോൾ 10ാം ക്ലാസ്സിലെ പാർട്ട് 2ലെ ഒന്നാമത്തെ ലെസൺ, രണ്ടാമത്തെ ലെസൺ, മൂന്നാമത്തെ ലെസൺ നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. കാരണം 3 ലെസണും വലിയ ലെങ്തി ചാപ്റ്റർ ആണ്. പക്ഷെ ഒരുപാട് എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. SCERT ഭയങ്കര എപ്പോഴും നിങ്ങളുടെ ഒരു PSC പഠനത്തിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത് SCERT തന്നെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് രണ്ടിനും ആദ്യം മുൻതൂക്കം കൊടുക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റു ചില വെല്ലുവിളികൾ. നമ്മൾ ക്ലാസ്സിന് തുടർച്ച നിങ്ങൾ വരണം, അല്ലെങ്കിൽ എന്താകും, അവയിൽ പരുവാകും കേട്ടോ. അപ്പൊ തുടർച്ചയായിട്ട് കണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഒപ്പം SCERT ഫോളോ ചെയ്യുകയാണെങ്കിൽ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററി അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ് മാർക്ക് കയ്യിലിരിക്കും. ഓക്കെ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് വർഗീയത എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയതാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ അല്ലേ, നമുക്ക് നോക്കാം. ഒരു വെല്ലുവിളിയാണ് നമ്മുടെ വർഗീയത. നമുക്കറിയാം, ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ പേരിൽ വർഗീയത ഇന്ന് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയ തന്നെ ഇന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്രവും സംസ്ഥാന ബന്ധങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ, അതേപോലെ അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം തുടങ്ങിയ പ്രവണതകൾ ഇവ ജനങ്ങളുടെ സൈര്യ ജീവിതത്തെയും രാഷ്ട്ര പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഈ പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. ഇനി എങ്ങനെയൊക്കെയാണ് വെല്ലുവിളികൾ ഉയർത്തുന്നത്? നമ്മൾ പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളാണ് വെല്ലുവിളി ഉയർത്തുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നോക്കാം. വർഗീയത എന്താണ്? കമ്മ്യൂണലിസം മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. അറിയാലേ, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇന്നിപ്പോ 1947 ഓഗസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ന് ഈ 2025 നിൽക്കുമ്പോഴും ഓരോ രാഷ്ട്ര ഭരണകൂടങ്ങൾ വരുമ്പോഴും അറിയാം, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലുമുള്ള വർഗീയത നമ്മൾ ഇന്നെല്ലാം കണ്ടു കഴിയുന്നതാണ് അല്ലെ. കൊളോണിയൽ ഭരണകാലത്തെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയ വളർത്തുന്നതിനും കാരണമായി. അതുപോലെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപങ്ങളും ജനതയെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിവെച്ചു. വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹ്യ നീതി എന്നിവയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് വർഗീയത എന്നുള്ളത്. ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. മതത്തിന്റെയും വർഗീയ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നതുമാണ്. ജനജാഗ്രത സൃഷ്ടിക്കുന്നതിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ശരിയായ ജനാധിപത്യ വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ വർഗീയതയെ ചെറുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു വ്യക്തിനെ, ഇപ്പൊ എന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ വരും മറ്റു 2 രാഷ്ട്രീയ പാർട്ടികൾ, എത്ര രാഷ്ട്രീയ പാർട്ടി അവരെല്ലാവരും വരില്ലേ, എന്നിട്ട് എന്നെ ആശ്വസിപ്പിക്കും. കാരണം എന്താണ്? എന്റെ വോട്ട് അവർക്ക്, അത് എന്നോട് സ്നേഹം കൊണ്ടാണോ? അല്ല, എന്റെ വോട്ട് അവർക്ക് അടുത്ത ഇലക്ഷനിൽ അവർക്ക് കിട്ടണം. മനസ്സിലായോ? അതാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് കണ്ടോ. അപ്പൊ അവിടെയൊക്കെ എന്താണ്? ഒരു വർഗീയത സൃഷ്ടിക്കുകയാണ് അല്ലെ. വീണ്ടും എന്താണ്? ജാതിയുടെയും മതത്തിന്റെയും പേരുള്ള വർഗീയത സൃഷ്ടിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ജനജാഗ്രത, ജനങ്ങളുടെ ജാഗ്രത അല്ലെ. ജനങ്ങൾ എപ്പോഴും എല്ലാവരെയും നിരീക്ഷിക്കണം അല്ലെ. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ബോധവൽക്കരണങ്ങൾ നടത്തണം. ശരിയായ ജനാധിപത്യ വിദ്യാഭ്യാസം, ഇതിലൂടെ മാത്രമേ ഈ വർഗീയതയെ ചെറുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി എന്താണ്? നമ്മളിപ്പോ ഫസ്റ്റത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു, വർഗീയത പറഞ്ഞു അല്ലെ. അടുത്ത നമ്മൾ എന്താ രണ്ടാമത്തത് പറഞ്ഞത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ. നോക്കൂ, സമയക്രമം പാലിക്കാത്ത ഗവർണറുടെ നടപടി പരിശോധിക്കാം. ഗവർണർക്ക് ആദ്യമായിട്ട് സമയക്രമം നിശ്ചയിച്ച സുപ്രീം കോടതി കണ്ടോ, പത്രക്കെട്ടുകളാണ് അല്ലെ. മുകളിൽ നൽകിയിട്ടുള്ള വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ. അധികാര പരിധി ലംഘിക്കുന്ന ഗവർണർമാർക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളാണ്.
എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അല്ലേ. കാരണം കേന്ദ്രം കൊണ്ടുവരുന്നത് സംസ്ഥാനം അംഗീകരിക്കില്ല. സംസ്ഥാനം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രം അതിന് വെല്ലുവിളിയായിട്ട് ഉയർത്തും. കാരണം എന്താണ്, ഈ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരരുത് എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടല്ലേ. അല്ലാണ്ട് ജനങ്ങളുടെ ഇപ്പം നല്ലതിന് വേണ്ടിയിട്ടാണോ? അല്ല. പാർട്ടിയെ തകർക്കുക, രാഷ്ട്രീയ പാർട്ടികളെ തകർക്കുക, ഓരോരോ പാർട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കുക അല്ലെ. അല്ലാണ്ട് ജനങ്ങളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് നമ്മളായിരിക്കണം നല്ല ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം അല്ലേ. ഭരണഘടന അധികാര കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും അറിയാം അല്ലെ. നമ്മൾ ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കാറുണ്ട് അല്ലെ. ലിസ്റ്റിൽ നമുക്കറിയാം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് കുറെ അധികാരങ്ങൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട് അല്ലെ. എല്ലാം കേന്ദ്രത്തിൽ മാത്രമാണ് അല്ല, സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക അധികാരങ്ങളുണ്ട്. അങ്ങനെ വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും കൂടുതൽ അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? കേന്ദ്രത്തിലാണ് നിക്ഷിപ്തം അല്ലെ. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽക്കൈ അത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. മറുവശത്തെ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം അവയ്ക്ക് ഭരണഘടന നൽകുന്നുണ്ട്. ചില കാര്യങ്ങളിലൊന്നും എന്താണ്, അതിന് പൂർണ്ണമായ അവകാശം ആർക്ക് തന്നെയാണ്? സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ പലപ്പോഴും മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ ഈ അവകാശത്തിൽ ഇടപെടുന്നു. നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിയാം അല്ലെ. ഗവർണർ ഇടപെട്ടിട്ട് ഓരോ കാര്യങ്ങളെയും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ, നമ്മുടെ കേരള ഗവൺമെന്റും തമ്മിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ളത്. എന്താണ് അവിടെ ഈ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്നത്? ഗവർണർമാർ മുഖേന അല്ലെ സംസ്ഥാനങ്ങളുടെ അവകാശത്തിൽ ഇടപെടുകയാണ്. അപ്പൊ എന്തിനാ ലിസ്റ്റ് എന്തിനാ? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ച് നൽകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ട് അധികാരമുണ്ട്. അപ്പൊ സംസ്ഥാനങ്ങൾ അത് നടപ്പിലാക്കുമ്പോൾ എന്തിനാണ് അത് ഗവർണർ ഇടപെടുന്നത്? അതിനെതിരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സുപ്രീം കോടതിയുടെ നോട്ടീസ് അല്ലെ. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നതും നമുക്ക് കാണാനാകും. എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? ഇത്തരം നീക്കങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായിട്ടും കലുഷിതമാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ജുഡീഷ്യറിക്ക് മാത്രമേ അധികാരമുള്ളൂ. മനസ്സിലായോ? ഇനി എന്തൊക്കെയാണ് ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കൂ. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അഥവാ ഒരു ആസ്തി പഞ്ചരം മാത്രമാണ്. അതിന് മാംസവും രക്തവും പ്രദാനം ചെയ്യുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രക്രിയകളാണ് അല്ലെ. മനസ്സിലായില്ലേ നിങ്ങൾക്കത്? അതിനാൽ അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ആരാണ്? ഈ രാഷ്ട്രീയ പാർട്ടികളാണ് അല്ലെ. അതിൽ ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു വലിയ പരിധി വരെ സ്വാധീനിച്ചിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഗവർണർമാരുടെ പങ്ക് വളരെ നിർണായകമാണ്. അതായത് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കാണ്? ഗവർണർമാർക്കാണ്. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നത്? രാഷ്ട്രീയ കളിയാണ് അല്ലെ. ഇനി എന്താണ് ഗവർണറുടെ പങ്ക് നോക്കൂ. റോൾ ഓഫ് ഗവർണർമാരുടെ പങ്ക് എല്ലാ കാലത്തും സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ് അല്ലെ. കാരണം എന്താണ്? കേന്ദ്രത്തിൽ ഏത് പാർട്ടി ഭരിക്കുന്നുവോ ആ പാർട്ടിയുടെ ഗവർണർ ആയിരിക്കും എവിടെ നിയമിക്കുക? സംസ്ഥാനങ്ങളെ നിയമിക്കുക. അപ്പൊ ഈ ഗവർണർ ആർക്ക് കൂറുള്ളവരായിരിക്കും? കേന്ദ്രത്തിന് കൂറുള്ളവരായിരിക്കും അല്ലെ. ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ എന്നിവരാണ് ഗവർണർമാരായി പൊതുവെ നിയമിക്കപ്പെടേണ്ടത്. ശ്രദ്ധിച്ചോ മക്കളെ? ശ്രദ്ധിച്ചോ? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആകും. നാളത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കതൊരു കൺഫ്യൂഷൻ ആകും. ഗവർണർ ആയിട്ട് വരുന്ന രാജേന്ദ്ര അർലേക്കർ ഗവർണറാണ്. അദ്ദേഹം ആരായിരിക്കാം അല്ലെ? അങ്ങനെയൊക്കെ ചോദ്യം വരും അല്ലെ. മുൻപ് ആരായിരിക്കാം? ഒന്നല്ലെങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ. 3 പോയിന്റ് നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ്. അപ്പൊ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ആരായിരിക്കും ഗവർണറായിട്ട് വരിക? ഒന്നുമില്ലെങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ്. ഓക്കെ ആണോ? ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഗവർണർ നിയമനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാ? 35 വയസ്സാണ്. പഠിച്ചോളണം കേട്ടോ. അപ്പൊ ഗവർണറായിട്ട് അധികാരത്തിൽ വരാൻ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രായം എത്രയാണ്? 35 വയസ്സ്. മറക്കരുത് കേട്ടോ. 35 വയസ്സ്. ഓക്കെ. ഇനി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും നോട്ട് ചെയ്യണം കേട്ടോ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് ഞാൻ നേരത്തെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തന്നു അല്ലെ. ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേന്ദ്ര ഗവൺമെന്റിൽ ഏത് പാർട്ടി ഭരിക്കുന്നുവോ ആ പാർട്ടിയുടെ ആയിരിക്കും ഗവർണറായിട്ട് ഓരോ സ്റ്റേറ്റ് നിയമിക്കുക. അപ്പോ
ആ ഗവർണർ എന്ത് ചെയ്യും? അവർക്ക് അനുകൂലമായിട്ട് മാത്രമേ സ്റ്റേറ്റുകളിൽ എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ. പക്ഷെ സ്റ്റേറ്റ് ഭരിക്കുന്നത് ആരായിരിക്കും? വേറൊരു ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും സംഘർഷം ഉടലെടുത്തു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച സർക്കാർ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണറുമായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. 1983 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച ഒരു കമ്മീഷനാണ് ഇത്, സർക്കാർ കമ്മീഷൻ. സർക്കാർ കമ്മീഷൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഗവർണർമാരെ നിയമിക്കുന്ന സമയത്ത് അവരൊരിക്കലും സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായിട്ട് നിയമിക്കരുത്. ഓക്കെ, സജീവ രാഷ്ട്രീയക്കാരെ നിയമിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്താണ് സർക്കാർ കമ്മീഷൻ നോക്കാം. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ. 1983 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് R.S. സർക്കാരിയ ആയിരുന്നു. രാഷ്ട്രീയക്കാരനായിരുന്നു? അല്ല അല്ലെ. അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ആരായിരുന്നു? ജസ്റ്റിസ് R.S. സർക്കാരിയ ആയിരുന്നു 1983. ഓക്കെ, 1988 കമ്മീഷൻ എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലും തോറും വർദ്ധിച്ചു വരുന്നതായിട്ട് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മനസ്സിലായോ? കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലും തോറും എന്താണ്? വർദ്ധിച്ചു വരുന്നതായി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയവുമായ മാറ്റങ്ങൾ ആവശ്യമാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. സർക്കാർ കമ്മീഷന്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും അവ പൂർണ്ണമായും നടപ്പിലാക്കിയിട്ടില്ല. ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും വിവാദമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭരണഘടനയിലെ 356 വകുപ്പാണ് ഈ വിവാദത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഗവർണറുടെ അധികാരങ്ങൾ വിവാദമാകാൻ കാരണമായ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ 356 ആണ്. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഈ വകുപ്പ് വ്യവസ്ഥ. നമുക്കറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 352 ദേശീയ അടിയന്തരാവസ്ഥയാണ്, 356 സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ 356 തന്നെയാണ് ഇത് പറയുന്നത്. എന്താണ്? ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. ഗവർണർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കഴിയും. ഓക്കെ, അതായത് രാഷ്ട്രപതി നേരിട്ട് വന്നിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണോ? അല്ല, ആ സംസ്ഥാനങ്ങളിലെ ഗവർണറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഈ വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിഷ്കർഷം ഇല്ലെങ്കിൽ എന്താകും? തോന്നിയ പോലെ ആയിരിക്കില്ലേ ഗവർണറുടെ ഇടപെടലുകൾ ആയിരിക്കും. ഗവർണറുടെ ഈ അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? ഗവർണറുടെ അനാവശ്യമായ ഇടപെടലുകളും റിപ്പോർട്ടുകളും കാരണം വ്യക്തമായ ഭൂരിപക്ഷം വിജയിച്ച സംസ്ഥാന ഗവൺമെന്റുകളെ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1959 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ഇതിന് ഉദാഹരണമാണ്. മനസ്സിലാകുന്നുണ്ടോ? EMS ഗവൺമെന്റിന്റെ കാലത്ത് മന്നത്ത് പത്മനാഭന്റെ വിമോചന സമരം അല്ലെ, അതിലൂടെയാണ് EMS ഗവൺമെന്റിനെ പുറത്താക്കുന്നത് അല്ലേ? ആണോ? ആണ്. അപ്പോ ഈ EMS ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ കാരണം തന്നെ എന്താണ്? അന്നത്തെ രാഷ്ട്രപതിയുടെ റിപ്പോർട്ടാണ് അല്ലെ, തെറ്റായിട്ടുള്ള റിപ്പോർട്ട്. അന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വന്ന ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് അല്ലെ, അന്നത്തേത് EMS ഗവൺമെന്റ്. അതിനെ പോലും പിരിച്ചുവിടാനുണ്ടായ സാഹചര്യമാണ് ഇതിൽ പറയുന്നത്. ഇനി 356 വകുപ്പ് നമുക്കൊന്ന് നോക്കാം. സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ അനുച്ഛേദം 356 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. മക്കളെ ഒന്ന് നോക്കടാ, ഒന്ന് നോക്കി വെക്കണം കേട്ടോ. എനിക്കിങ്ങനെ നമുക്ക് ഇത്രയും നല്ലൊരു പോയിന്റുകൾ കിട്ടുമ്പോൾ അതാണ് ഒന്ന് നോക്കണേ പറയുന്നത് കേട്ടോ. പറയുമ്പോ ഒന്ന് നന്നായി ശ്രദ്ധിക്കണേ. നാളെ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് അയ്യോ അന്ന് ടീച്ചർ പഠിപ്പിച്ചു തന്നാണ്, അയ്യോ എനിക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചില്ല ക്ലാസ് എന്ന് പറയാൻ പാടില്ല കേട്ടോ. മാർക്കാക്കി മാറ്റണേ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേ നമുക്കതൊരു നല്ല ത്രില്ലല്ലേ. ആ OMR കഴിഞ്ഞ് നമ്മളിങ്ങനെ ടിക്ക് ചെയ്യും അല്ലേ. OMR ഉണ്ടാവും, നമ്മള് ശരിയാണ് പറഞ്ഞിട്ട് അടയാളപ്പെട്ടു. നമുക്ക് എന്നിട്ട് 1, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് അങ്ങനെ പോയി 70 71 72 അങ്ങനെ 80 85 അങ്ങനെ ആക്കി. കട്ട് ഓഫ് അതായി 75 വന്നു. അപ്പൊ നമ്മുടെ മാർക്ക് 85. നല്ല റാങ്ക്. അങ്ങനെ ആക്കണ്ടേ? അപ്പൊ ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അനുച്ഛേദം 356 എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാരുകളെ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏറ്റെടുക്കുവാനോ അനുച്ഛേദം
156 രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നുണ്ട്. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. കാരണം എന്ത് റിപ്പോർട്ട് കൊടുത്തോ, കാരണം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനെ താഴെയിടാൻ വേണ്ടിയിട്ട് ഗവർണറുടെ പരമാവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ ചെറുത്ത് നിന്നത് തന്നെയാണ് ആണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഈ വകുപ്പ് പ്രയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ടായിരുന്നു. മനസ്സിലായോ? ഫസ്റ്റ് ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് രണ്ട് നല്ല ചോദ്യങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ 356 വകുപ്പ് ഉപയോഗിച്ച് രാഷ്ട്രപതി സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് പഞ്ചാബ് സർക്കാരിനെയാണ്. 51 നമ്മുടെ 59 നമ്മുടെ കേരളത്തിനെയും ചെയ്തു അല്ലെ. അങ്ങനെ 67 പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 356 വകുപ്പ് അപൂർവമായി മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ 67 ശേഷം ഇത് വ്യാപകമായിട്ട് പ്രയോഗിക്കപ്പെട്ടു. കാരണം എന്താ? രാഷ്ട്രീയ കളിയാണ് അല്ലെ. ഇനി ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും നോക്കൂ. കേന്ദ്രത്തിലേതുപോലെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ്, നോമിനൽ ലീഡർ ആരാണ്? ഗവർണറാണ്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിലാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. നോക്കി വെച്ചോ, സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അവിടെ കിടന്നിട്ട് നമ്മൾ ഗവർണറെ ആലോചിക്കും, മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലോചിക്കും. മുഖ്യമന്ത്രിയാണോ ഗവർണറാണോ? ഗവർണർ ഒരു മുഖം ആലോചിച്ചിട്ട് നമുക്ക് എക്സാമിന് ആൻസർ കിട്ടോ? കിട്ടില്ല. നമ്മൾ പഠിക്കണം. നാമമാത്ര തലവൻ, നോമിനൽ ലീഡർ ഗവർണർ. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയിലാണ്. ആയതിനാൽ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. വെരി ഇമ്പോർട്ടന്റ്. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം മാത്രമായിരിക്കണം ഗവർണർ എന്ത് ചെയ്യേണ്ടത്? അധികാരങ്ങൾ നിർവഹിക്കേണ്ടത്. ഇനി ഗവർണറുടെ പ്രധാനപ്പെട്ട അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ. ഈ ബോക്സ് നന്നായിട്ട് പഠിക്കണം കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക. നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭയെ ഒന്ന് മനസ്സിലെ പിക്ചർ കൊണ്ടുപോവാ. എന്നിട്ട് ആ ഗവർണർ അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കിക്കേ. നിയമസഭയെ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക, സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, ബജറ്റും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഏതൊക്കെയാണ്? ബജറ്റും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഇനി കാര്യനിർവഹണ അധികാരങ്ങൾ അതാരാ നടത്തുന്നത് നോക്കിക്കേ. സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. അധികാരങ്ങളും നിർവഹിക്കുന്നത് മന്ത്രിസഭയുടെ നേതൃത്വത്തിലുള്ള, മുഖ്യമന്ത്രി നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ നേതൃത്വത്തിലാണ്. എങ്കിലും ആ നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിന്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെയും നിയമിക്കുക. ശ്രദ്ധിക്കണേ, ഇവിടെ നിയമനിർമ്മാണ അധികാരങ്ങളും കാര്യനിർവഹണ അധികാരങ്ങളും സെപ്പറേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. മാറി മറിഞ്ഞു വരും. ചിലപ്പോൾ ചോദ്യം താഴെ തന്നിട്ടുള്ളതിൽ ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങളിൽ പെടാത്തത് ഏത് എന്ന് ചോദ്യം വരും. എന്നിട്ട് കാര്യനിർവഹണ അധികാരത്തിലെ ഒന്നിനെ കയറ്റി അതിലിടും. മനസ്സിലായോ? അപ്പൊ രണ്ടും നന്നായി പഠിക്കണം. കാര്യനിർവഹണ അധികാരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കപ്പെടുന്നത് ഗവർണറുടെ പേരിലാണ്. ഒന്ന്, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷി. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി ഏതാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പോ ഇന്ത്യ മാർക്സിസമാണ്. അങ്ങനെ സഖ്യത്തിന്റെയോ നേതാവിനെ സർക്കാർ രൂപീകരണത്തിനായിട്ട് ക്ഷണിക്കുക. ആര്? ഗവർണർ. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെയും നിയമിക്കുക. ഇതൊക്കെ ഗവർണറുടെ കാര്യനിർവഹണ അധികാരങ്ങളാണ്. നെക്സ്റ്റ് നോക്കൂ. അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവരെ നിയമിക്കുക. അതൊക്കെ കാര്യനിർവഹണ അധികാരമാണ്. അഡ്വക്കേറ്റ് ജനറലിനെയും PSC ചെയർമാനെയും PSC അംഗങ്ങളെയും നിയമിക്കുന്നതും ഗവർണറാണ്. ഇനി നീതിന്യായ അധികാരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന
സർക്കാരിന്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഉള്ള അധികാരം. ഇതാണ് നീതിന്യായ അധികാരം ട്ടോ. കാര്യനിർവഹണ അധികാര പരിധിയിൽ ആരുടെ? സംസ്ഥാന ഗവൺമെന്റിന്റെ വരുന്ന വിഷയങ്ങളിൽ കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുക, ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുക, ഇളവ് നൽകുക, ലഘൂകരിക്കുന്നതിനുള്ള അധികാരം. ഇനി വിവേചനാധികാരം എന്താണ്? നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരണ വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം. ഇപ്പൊ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിക്കാം. സംസ്ഥാന ഭരണകാര്യങ്ങളെ കുറിച്ചിട്ട് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒരു ബില്ല് നിയമസഭ പാസാക്കിയെന്ന് വെക്കാം. ആ ബില്ല് ആരൊപ്പിടണം? ഗവർണർ ഒപ്പിടണം. അപ്പൊ ഗവർണർക്ക് അവിടെ എന്തൊക്കെ ചെയ്യാം? ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ല എന്നോ പ്രഖ്യാപിക്കാം. രണ്ടും പ്രഖ്യാപിക്കാം. ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. ഒന്നും കൂടി ഇതിൽ കുറച്ച് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബിൽ സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെയോ അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകണം. ഭേദഗതി ചെയ്യണം മറ്റല്ല അങ്ങോട്ട് അയച്ച് അപ്പൊ അവര് ഭേദഗതി ഇങ്ങോട്ട് തിരിച്ചയച്ചാൽ ഗവർണർ ഒപ്പിട്ടേ പറ്റൂ. ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായിട്ട് സമർപ്പിക്കും. സംസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ സുഗമവും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് യോജിക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്ന കടമയാണ് ഗവർണർക്ക് ഉള്ളത്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല. അവിടെ നോക്കിനോട്ടേണ് കേട്ടോ. ഗവർണർമാര് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല, മറിച്ച് അതിന്റെ സുഹൃത്തും ദാർശനികനും വഴികാട്ടിയുമാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഗവർണർമാരുടെ ഇടപെടലുകൾ ജനാധിപത്യയെ ശക്തിപ്പെടുത്തുകയും ഭരണഘടന അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. അതായത് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഭരിക്കുന്നുണ്ട്. അവർക്കൊരു സുഹൃത്തും ഒരു ദാർശനികനും ഒരു വഴികാട്ടിയുമായിട്ട് ഗവർണർ മാറുകയാണെങ്കിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടും, ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ഒരു നിയന്ത്രിക്കുന്ന അധികാരിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ അറിയാം അല്ലെ. ഇനി എന്താണ് അഴിമതി? നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളിൽ ഓരോന്നായിട്ട് പഠിച്ചു വരികയാണ്. ഇനി അഴിമതി ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗപ്പെടുത്തിയും അനധികൃതമായി സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റേതെങ്കിലും പ്രതികാരമോ സ്വീകരിക്കുന്നതിനെ അഴിമതിയായിട്ട് കണക്കാക്കാൻ നമുക്കറിയാം. ഇപ്പോൾ എത്ര ഓഫീസർമാരാണല്ലേ അഴിമതിയിൽ. അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നില്ലേ 8 ലക്ഷം രൂപ എന്തോ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ. കൈക്കൂലി, സുജനപക്ഷപാതം, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയവ അഴിമതിക്ക് ഉദാഹരണങ്ങളാണ്. രാജ്യത്തെ സാമ്പത്തിക നിക്ഷേപങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവയെയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും അഴിമതി പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അഴിമതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും സൗകര്യങ്ങളെയും ചില വ്യക്തികളെ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു അല്ലെ. നല്ല നിറയെ ഫണ്ട് ഉണ്ടാകും, ആ ഫണ്ട് എന്ത് ചെയ്യും? അഴിമതി ചെയ്യും, അവർ തന്നെ അനുഭവിക്കും. അപ്പൊ അത് എന്ത് ചെയ്യില്ല, സംസ്ഥാനങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും ജനങ്ങൾക്ക് കിട്ടേണ്ട പണം മുഴുവൻ അവരെന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ആക്കുകയാണ് അല്ലെ. ഇത് സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇടയാക്കുന്നു. അഴിമതിക്കെതിരെ ജനജാഗ്രത വളർത്തിയെടുക്കുക, ശക്തമായ നിയമ സംവിധാനം രൂപീകരിക്കുക. ശക്തിയായ നിയമ സംവിധാനം ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്നും സ്വതന്ത്രമാക്കുക, രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമാക്കുക, ഭരണരംഗം സുതാര്യമാക്കുക, ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവയെല്ലാം അഴിമതി തടയുന്നതിനുള്ള മാർഗമാണ്. അഴിമതി തടയണമെങ്കിൽ എന്താണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അഴിമതിക്കെതിരെ ജനജാഗ്രത വളർത്തിയെടുക്കുക, ശക്തമായ നിയമ സംവിധാനം രൂപീകരിക്കണം, അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്നും എന്ത് ചെയ്യണം? സ്വതന്ത്രമാക്കണം, രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമാക്കുക, ഭരണരംഗം സുതാര്യമാക്കുക, ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക. ഇനി നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് അല്ലെ, വിവാദമായ ഒരു കേസാണ് ഇലക്ട്രൽ ബോണ്ട്. ഭരണഘടനാ വിരുദ്ധം സുപ്രീം കോടതിയിലെ ഇലക്ട്രൽ ബോണ്ട് കൈക്കൂലിയായിട്ട് മാറാം. എന്താണ്? അതും സുപ്രീം കോടതി വിധിച്ചാണ്. ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന അത് ഏത് ബാങ്കിലാണ്? അതില് SBI ആണ് കേട്ടോ, സ്റ്റേറ്റ് ബാങ്കിന് മാത്രമാണ്. അത് പഠിക്കണം കേട്ടോ. ഇനി വാർത്താ തലക്കെട്ടുകളൊക്കെ കണ്ടു അല്ലെ. വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. പഠിച്ചോ, ഇലക്ട്രൽ ബോണ്ട് നന്നായിട്ട് പഠിച്ചോ. വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. 2017-18 കേന്ദ്ര ബഡ്ജറ്റിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത്. പഠിച്ചോളണം, 2017-18 കേന്ദ്ര ബഡ്ജറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ചത്. തൊട്ടു മുമ്പത്തെ സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ
1% കുറയാതെ വോട്ട് നേടുകയും 1% കേട്ടോ 1% ആണ് കുറയാതെ വോട്ട് നേടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഈ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കാം. 1000 മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ 1000 മുതൽ കേട്ടോ 1000 to 1 കോടി കേട്ടോ 1 കോടി വരെ രൂപ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി ബോണ്ട് വാങ്ങാം. സംഭാവന എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ ഈ തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കും. ദാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾ 15 ദിവസത്തിനകം പണമാക്കി മാറ്റണം. ബോണ്ടുകളുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് 2024 ഫെബ്രുവരി മാസം 15 സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. പഠിച്ചോളണം, സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയത് 2024 ഫെബ്രുവരി മാസം 15. ഇലക്ട്രൽ ബോണ്ട് മൗലികാവകാശത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി. രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം നോക്കാം. ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്. ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ പ്രവണതയാണ് രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽവൽക്കരണം. കൂടാതെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കുക ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യച്യുതിക്ക് കാരണമാകുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലെത്തുന്നതും ഭരണാധികാരികളാവുന്നതും പൗരന്മാർക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. ക്രിമിനൽ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെടുന്നവരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ശക്തമായ നിയമ സംവിധാനങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെയുള്ള ബോധവൽക്കരണം തുടങ്ങിയവ രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിചാരണ നേരിടുന്ന വ്യക്തികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? രാഷ്ട്രീയ പാർട്ടികളിൽ മത്സരിക്കാനായിട്ട് സാധിക്കില്ല. ഇനി എന്താണ് ഡിഫെക്ഷൻ? നോക്കൂ, കൂറുമാറ്റം. 1967 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയായിരുന്നു കൂറുമാറ്റം അല്ലേ? അതായത് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവിടെ പോയിട്ട് എന്ത് ചെയ്യും? കൂറുമാറും അല്ലേ? ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവൻ ചോർത്തും അവിടെ പോയിട്ട് കൂറുമാറുക അല്ലെ? ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷനിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ ജനപ്രതിനിധികളിൽ അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുകയും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. പിന്നീട് കൂറുമാറ്റത്തിന് തടയിടുന്നതിനായിട്ട് 1985 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 52ാമത്തെ ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസാക്കി. അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് 1985 52ാം ഭേദഗതി പ്രകാരം അല്ലെ വകുപ്പ് ഏതാണ്? 10 അല്ലെ? 10 അവകാശം കിട്ടുമ്പോൾ കൂറുമാറുക എന്ന് പറയില്ലേ? പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസാക്കി. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അംഗങ്ങളുടെ കൂറുമാറ്റം തടയാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒരു പാർട്ടിയുടെ വിശ്വസ്ത അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. കോമൺ ആയിട്ട് അറിയാനായിട്ട് അല്ലേ? ഒരു പാർട്ടിയെ തളയ്ക്കാൻ വേണ്ടി മറ്റൊരു പാർട്ടി എന്ത് ചെയ്യും? വില കൊടുക്കും അല്ലെ? ഈ പ്രക്രിയയെ റിസോർട്ട് രാഷ്ട്രീയം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. 1982 ഹരിയാനയിലാണ് ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1982 ഹരിയാനയിലാണ് റിസോർട്ട് രാഷ്ട്രീയം എന്ത് ചെയ്യുന്നത്? തുടക്കം കുറിക്കുന്നത്. തുടർന്ന് കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ പ്രവണത ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വേദിയിൽ എന്ത് ചെയ്യണം? ഒത്തുകൂടിയിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അത് തകർക്കണം അല്ലെ? ആ തടയുവാനുള്ള പദ്ധതികൾ എന്ത് ചെയ്യാറുണ്ട്? ആസൂത്രണം ചെയ്യാറുണ്ട്. സ്വാതന്ത്ര്യാനന്തരം രാജ്യം നേരിട്ട നിരവധി പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ അതിജീവിക്കാൻ നമുക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അതിജീവന ശേഷിയെ പ്രകടമാക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സജീവ ഭരണഘടനയാണ് നമുക്കുള്ളത്. ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ആദരവും വിധേയത്വവുമാണ് നമ്മുടെ ജനാധിപത്യത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ ലെസൺ കംപ്ലീറ്റ് ആയി കേട്ടോ. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന ലെസൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ 3 ലെസൺ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ലെസണുമായിട്ട് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ചാനല് ക്ലാസ്സുകള് ഒക്കെ നിങ്ങൾക്ക് എടുക്കുന്ന രീതി എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് നല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയാണ്, അതുകൊണ്ട് കോൾഡ്, പനി ഇതൊക്കെ ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുകളുണ്ട്.
അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ 2 ക്ലാസ്സുകൾ ഇട്ടിട്ട് ഡെയിലി നല്ല രീതിയിൽ വന്നതാണ്. അപ്പോഴേക്കാണ് പനി ബാധിച്ചത്, നല്ലോണം അത് ബാധിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും പഴയ പോലെ ഉഷാറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് വരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.